വിശുദ്ധ ബൈബിളിലെ ജ്ഞാനം അധ്യായങ്ങളുടെ ആമുഖം BC 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആണ് ഗ്രന്ഥരചന നടന്നത്. സോളമൻ്റെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നതെങ്കിലും സോളമൻ അല്ല ഗ്രന്ഥകർത്താവ്. യഹൂദ മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഇതെഴുതിയത് എന്നതിൽ സംശയമില്ല. സോളമൻ്റെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രശസ്തിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഗ്രന്ഥം അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കാൻ ഗ്രന്ഥകർത്താവിനെ പ്രേരിപ്പിച്ചത്. വിദേശ ശക്തികളുടെയും സംസ്കാരങ്ങളുടെയും പിടിയിലമർന്ന് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവജനത്തിന് സ്വാവബോധം നേടിക്കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയുമായിരുന്നു ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം. നീതിമാന്മാരുടെ ഓഹരി, വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ഈജിപ്തിലെ മഹാത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ കാരുണ്യം, വിഗ്രഹാരാധനയുടെ ഭോഷത്വം എന്നിങ്ങനെയുള്ള ഘടനാതലങ്ങളിലൂടെ ജ്ഞാനം അധ്യായങ്ങൾ കടന്നുപോകുന്നു. ദൈവത്തിന് നന്ദി.